ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK എന്ന സിനിമ ഒരു വിവാദത്തിൽ നിന്ന് തന്നെ തുടങ്ങിയ ഒരു സിനിമയാണല്ലോ. ആദ്യത്തെ വിവാദം സെൻസർ ബോർഡിന്റേതായിരുന്നു. ജാനകി എന്നത് സീതാദേവിയുടെ ഒരു പര്യായപദമായിട്ടുള്ള ഒരു പേരാണ്. അപ്പം അങ്ങനെ ഒരു പേരുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് വിക്ടിമായിട്ട് അവതരിപ്പിക്കുന്നതും ഒരു ക്രിസ്ത്യാനിയായ അഭിഭാഷകൻ അവരെ ചോദ്യം ചെയ്ത് നോക്കിയാൽ മതവികാരത്തെ വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഉള്ളി ഒലിച്ച പോലത്തെ ഒരു കാരണവുമായിട്ടാണ് ആദ്യം ഈ സിനിമ വിവാദങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമതായത് ഇപ്പോൾ റിലീസായതിനു ശേഷം ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രശസ്ത സിനിമാ നിരൂപകൻ അശ്വന്ത് ഗോക്ക് രംഗത്തും കൂടി വന്ന സാഹചര്യത്തിൽ ഈ സിനിമ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ സംസാരിക്കാം JSKയെ കുറിച്ച്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ പബ്ലിക് ഒപ്പീനിയന് സംഭാവന നൽകുന്ന കാര്യം മറക്കണ്ട എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് ഈ മീഡിയത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് അതെല്ലാം കുറെ ആളുകൾ ഇടപെട്ട് നമുക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് അടിച്ച് റീച്ചൊക്കെ താഴ്ത്തി. നമുക്ക് നേരത്തെ കിട്ടുന്ന ഒരു റീച്ചോ വ്യൂവോ കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് വായടച്ച് നിന്നു പോകും എന്ന് വിചാരിച്ച ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സംഭാവന അയച്ചിട്ട് ആ പൈസ കൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, മോണിറ്റൈസേഷൻ ഒന്ന് റെഡിയായി വരുന്നത് വരെ എന്ന് പ്രേക്ഷകരോട് പറഞ്ഞത്. അപ്പൊ ആ കാര്യം മറക്കണ്ട. അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിന് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി. സോ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് JSK എന്ന സിനിമ. ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ ഞാൻ പോയി കണ്ടതാണ്. ആ കണ്ടതിന് പിന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ സെൻസർ ബോർഡ് പറയുന്ന രീതിയിൽ വിമർശനം ഉന്നയിക്കേണ്ടതായിട്ട് എന്താണ് ഈ സിനിമയിൽ ഉള്ളത് എന്നതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായ നമ്മുടെ സുരേഷ് ഗോപി അഭിനയിച്ചിരിക്കുന്ന നായക വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി സാമൂഹിക വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്ന് തോന്നിയത് കൊണ്ടും കൂടിയാണ് ഇതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചത്. തീർച്ചയായും സിനിമകൾ എന്ന് പറയുന്നത് അതിനും കൂടി ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ ആളുകൾക്ക് പല കാര്യങ്ങൾക്കും എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അതിനൊക്കെ സിനിമ സഹായിക്കും. അതുപോലൊരു സിനിമയാണ് JSK. അതിന്റെ ഒരു ആഖ്യാനത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കഥ പറയുന്നത് തീർച്ചയായും പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ പെൺകുട്ടിയോട് സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഈ സിനിമ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP നേതാവ് എടുത്ത സിനിമയാണെന്നാണ് അശ്വന്ത് ഗോക്ക് അവകാശപ്പെട്ടത്. അദ്ദേഹം ടെക്നിക്കലായിട്ട് ഇതിനെ പറഞ്ഞതിനെ ഒന്നും ഞാൻ ഇതായിട്ട് പറയുന്നില്ല, മോശമായിട്ട് പറയുന്നില്ല. കാരണം ഒരു എന്താ പറയുക, നല്ല തുടരും സിനിമയൊക്കെ വെച്ചൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു ക്വാളിറ്റി നമ്മുടെ മലയാള സിനിമ വന്നു എന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഏറ്റവും ഹയസ്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമല്ല. അതുപോലെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും ഈ സിനിമയ്ക്ക് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സംവിധായകനാണ് ചെയ്തത്. ചില ആൾക്കാർ ചിലപ്പം നല്ല തിരക്കഥാകൃത്തുകളായിരിക്കും, നല്ല രീതിയിൽ തിരക്കഥ എഴുതാനും കഥ എഴുതാനൊക്കെ അവർക്ക് പറ്റും. പക്ഷെ സംവിധാനം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഉപരി കുറെ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കൽ നോളേജ് അടക്കമുള്ള ഒരു കാര്യമൊക്കെ വേണ്ട ഒരു സംഗതിയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ സിനിമകൾക്ക് അദ്ദേഹം ഒരു അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു കുറവ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു സംവിധായകനായിട്ട് വന്നപ്പോഴോ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ആ കുപ്പായം ചേരില്ല എന്നല്ലേ. ഒരുപാട് പേര് ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞു. കാരണം ടെക്നിക്കലി ഒരുപാട് അറിവും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരാളിൽ നിന്ന് ഇങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നവാഗതനായ ഒരു സംവിധാനമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ പല ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിറ്റി വിഷ്വൽ വൈസ് ഇതിനുണ്ടെങ്കിൽ പോലും സിനിമ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊപ്പഗണ്ടയല്ല. ഇപ്പം അശ്വന്ത് ഗോക്ക് പറയുന്നത് ഇവിടെ എന്തെല്ലാം റോഡുകളാണുള്ളത്, ഇവിടെ എന്തെല്ലാം മെച്ചപ്പെട്ട കാര്യങ്ങളാണുള്ളത്, സ്കൂളുകൾ എന്ത് അടിപൊളിയാണ്. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് വരെ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ ജോലി ചെയ്യുന്നില്ലായിരിക്കാം, എന്തുമാവട്ടെ. അപ്പൊ അപ്പോഴൊക്കെ ആ സ്കൂൾ നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ റിവ്യൂ വന്നത് ഇന്നലെയാണ് സർക്കാർ സ്കൂളിൽ ഷോക്ക് അടിച്ചൊരു കുട്ടി മരിച്ചത്. അപ്പൊ ഈ പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറയുന്നവരുടെ പ്രൊപ്പഗണ്ടയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പലതരത്തിൽ പ്രതികരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പേഴ്സണലി റിവ്യൂവർ എന്ന് പറയുന്ന ഒരാൾ ഒരു പിണറായി വിജയൻ ഫാനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അന്തം കമ്മി. അതിന്റെയാണ് അദ്ദേഹം ഇത് കണ്ടപ്പോഴത്തേക്കും പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന, യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്ന, പേഴ്സണലി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ നമ്പർ 1 ആണല്ലോ, സുരേഷ് ഗോപി അതിനെതിരെ എന്തോ ചെയ്യാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ പറയില്ല. കാരണം ഈ നമ്പർ 1 എന്ന് പറയുന്ന PR എത്ര വലിയ ഒരു കൊമളയാണെന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ നടന്ന സംഭവത്തിന് 2 ഡിപ്പാർട്ട്മെന്റാണ് പ്രതിക്കൂട്ടിൽ കയറിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ 2 ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ആർക്കൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും അത് ചെയ്തിട്ടില്ല. ഈ ഡിപ്പാർട്ട്മെന്റുകളെ ഒന്നും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രിസഭയല്ല ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോ യാഥാർത്ഥ്യം ഇതായിരിക്കും. ഒരു സിനിമയിൽ ഒരു കാര്യം വന്നപ്പോൾ സ്റ്റേറ്റ് പ്രതിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, അങ്ങനെ പറഞ്ഞാൽ അത് പ്രൊപ്പഗണ്ടയാണെന്ന് പറയുന്നതിനെ ആണ് ഞങ്ങൾ ന്യായീകരണ ക്യാപ്സൂൾ എന്ന് പറയുന്നത് മിസ്റ്റർ അശ്വന്ത് ഗോക്ക്. പിന്നെ സിനിമയുടെ ഉള്ളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രതിയാവുന്നത്, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ എങ്ങനെയാണ് പ്രതിയാവുന്നത്, അതെങ്ങനെയാണ് ശരിയാവുന്നത്, അതെന്തൊരു അട്ടർ ബുൾഷിറ്റ് ആണ്, അതിനൊരു ലോജിക്ക് ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പല സിനിമകളായിട്ട് പലപ്പോഴും വന്നിരിക്കുന്ന പല ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെയും ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ.
കാരണം സിനിമ പറയുന്നത് തുടക്കത്തിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കാത്തതിനെ കുറിച്ച് തന്നെയാണ്. ആ സമയത്ത് ആ കുട്ടി ഗർഭിണിയാണെന്നും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. നീതി വൈകുന്നത് കൊണ്ട് തന്റെ അനുവാദമില്ലാതെ തനിക്ക് ഗർഭപാത്രം ഉണ്ടായി പോയത് കൊണ്ട് മാത്രം 7 മാസം ഒരു ജീവനെ വയറ്റിൽ ചുമക്കേണ്ടി വന്ന സ്ത്രീ വേറെ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനു കൂടി അശ്വന്ത് ഗോക്ക് ഉത്തരം പറയണം. ഇവിടെ സിസ്റ്റം, സ്റ്റേറ്റ്, നീതി, ന്യായ വ്യവസ്ഥ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു പെൺകുട്ടി റേപ്പിനിരയായാൽ അതിന്റെ ഉത്തരവാദികൾ ആരെന്ന് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടത്തെ പോലീസ് സേനയ്ക്കാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് കൃത്യമായി ചെയ്യാതെ, കൃത്യമായി പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാതെ, പിടിക്കപ്പെടാതെ വരുന്ന അളവോളം കാര്യങ്ങൾ എത്തുമ്പോൾ അതില് ഒരു ഗർഭം ഉണ്ടായാൽ ഗർഭത്തിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് വയറ്റിൽ വളരുക തന്നെ ചെയ്യും. എന്റെ ഗർഭപാത്രം എന്റേതായിരിക്കെ എന്റെ അനുവാദമില്ലാതെ ഒരു ആക്രമണത്തിൽ നിന്നും ഗർഭിണിയാകണം, ആ കുട്ടീനെ വളർത്തണം എന്ന് എന്നോട് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ അവകാശമില്ല. അതാണ് നീതിയും നിയമവും. നിങ്ങൾ ഈ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത്. ഇവിടെ ഒരു സ്ത്രീയെ അവർക്ക് ഇതുപോലുള്ള അത്യാഹതങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ളത് സ്റ്റേറ്റിനാണ്. അത് പിണറായി വിജയൻ അല്ല, ഉമ്മൻചാണ്ടി അല്ല, ഇനി നാളെ BJP ഭരിച്ചാലും ആ സ്റ്റേറ്റിന് തന്നെയാണ് അതിനുള്ള ഉത്തരവാദിത്വം. അപ്പൊ ഒരു വ്യക്തിയുടെ നെഗ്ലിജൻസിന് സ്റ്റേറ്റ് ഉത്തരവാദിത്വം പറയണോന്ന് ചോദിച്ചാൽ പറയണം. കാരണം ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നുണ്ടോ, നീതി ഇരകൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് അങ്ങ് മന്ത്രിമാർ വരെയുള്ള തസ്തികകളിൽ ആളുകളെ ആക്കി വെച്ച് ഈ ജനങ്ങൾ അവരുടെ നികുതി പണത്തിലൂടെ ഇവരെയൊക്കെ തീറ്റിപ്പോച്ചുന്നത്. അപ്പൊ അത് കൃത്യമായി ഒരാൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും മേളിലിരിക്കുന്ന മന്ത്രിയോട് ചോദ്യം വരില്ലല്ലോ എന്ന ധൈര്യത്തിലല്ലേ ഈ കേറിയിരുന്ന് ന്യായീകരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ ഒരു വ്യക്തിക്ക് ഏതളവോളം നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് JSK എന്ന സിനിമയിൽ വ്യക്തമായി കാണിച്ചു തരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ നീതി കിട്ടിയ ചരിത്രം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് സത്യം. ആർക്ക് നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പോഴും ജയിലുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. കൂടുതൽ ഇരകളും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തവർക്ക് ചിലപ്പോൾ കുട്ടികളായിട്ടുണ്ടാവും. അല്ലാതെ ആ ഇരകളും എവിടെയാണ്? നമുക്കിതൊന്നും അറിയില്ല. ആർക്കൊക്കെ ഇവിടെ നീതി ലഭിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഇപ്പോഴും സോഷ്യലി പേടിക്കാത്ത അല്ലെങ്കിൽ ഒന്നിനെയും കൂസാത്ത പെണ്ണുങ്ങൾ ഒഴികെ വേറെ ആരും ലൈംഗിക അതിക്രമണം നേരിട്ടാൽ പോലും ഒരു കേസുമായി പോലും മുന്നോട്ട് വരാത്തത്? ഇരകളോട് ഇവിടെയുള്ള ആളുകളുടെ സമീപനം എങ്ങനെയാണ്? ഇതൊക്കെയും സത്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. രാത്രിയിൽ ഒരു പെണ്ണിന് അസമയത്ത് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. അസമയത്തും ഇവിടെ ഒരു പെണ്ണിനെ സുരക്ഷിതമായി നടക്കാൻ സാധിക്കണം. ദുബായിൽ പോയാൽ നിങ്ങൾക്കറിയാം, രാത്രി 3 മണിക്കും 4 മണിക്കും പേടിയുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് അവിടെ റോഡിൽ ഇറങ്ങി നടക്കാൻ? ഈ കേരളത്തിൽ നിങ്ങൾ നടക്കോ? എന്തുകൊണ്ടില്ല? ഇവിടത്തെ ഭരണത്തിന്റെ മേന്മ. ഇത് തന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായ സമയത്ത് പ്രതിയെ പിടിച്ചാൽ ഈ പറയുന്ന 3 മാസത്തിന് മുൻപ് ഗർഭിണിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്തായിരിക്കണം പ്രതിയെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് സത്യത്തിൽ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാം. കാരണം 3 മാസത്തിന് മുമ്പുള്ള ഫീച്ചൽ എന്ന് പറയുന്നത് ജീവനായിട്ടല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്. അതൊരു ബീജവും അണ്ടവും ചേർന്ന ഒരു മനുഷ്യ കോശം മാത്രമാണ്. അതിന് വേദന അറിയാൻ പോലും ആയിട്ടില്ല. ആ സമയത്ത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ. റേപ്പിലൂടെ ആകുന്ന ഗർഭം എങ്ങനെയാണ് എന്റേതാവുന്നത്? ഞാൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കാതെ, ആഗ്രഹിക്കാതെ ഒരു ഗർഭപാത്രം ഉണ്ടായിപ്പോയതിന്റെ പേരിൽ മാത്രം ഞാൻ ഗർഭിണിയാണോ എന്ന് പറയുന്ന ഒരു പെണ്ണിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് അത് വേണ്ടെന്ന് അപ്പോ വയ്ക്കാം. സ്റ്റേറ്റിനും അതിലൊന്നും പറയാനില്ല, കോടതിക്കും പറയാനില്ല. എന്നാൽ ഈ സമയത്ത് ആളെ പിടികിട്ടാതെ കളിക്കുമ്പോൾ ഗർഭം അവിടെ വളർന്നു കഴിഞ്ഞു. 7 മാസം 8 മാസം ആവുമ്പോൾ കോടതിക്ക് പോലും അതിനെ അബോട്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ ഒരു മനുഷ്യജീവനായി, ഒരു കുഞ്ഞായി. അതുകൊണ്ട് അവസാനം എന്ത് തീരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ സിനിമ പറയുന്നത്. തീർച്ചയായും നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നറിയോ? നീതി ലഭിക്കാൻ നമുക്ക് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു സംഭവം ഉണ്ടായാൽ ഏത് രീതിയിൽ പോയാലാണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നൂലാമാലകൾ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നിയമകാര്യങ്ങൾ. ആ സിനിമയിൽ വ്യക്തമായി സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, എല്ലാവരുടെയും വീട്ടുകളിൽ തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത് മതപുസ്തകങ്ങളാണ്. അല്ലെ? ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടാവും, മുസ്ലിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാവും, ഹിന്ദുക്കളുടെ വീട്ടിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത ഉണ്ടാവും, അല്ലെങ്കിൽ ആധ്യാത്മിക രാമായണം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം അതാണ് നോക്കുന്നത് അവരെല്ലാം. ഈച്ച് ആൻഡ് എവറിത്തിങ് ശരിയേത് തെറ്റേതെന്ന് വിശകലനം ചെയ്യാനായിട്ട് അതല്ല നോക്കണ്ടേ. നിങ്ങളിൽ എത്ര പേരുടെ കയ്യിൽ ഭരണഘടനയുണ്ട്? നിങ്ങൾ അവകാശങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അനീതി നേരിടുമ്പോൾ ഏത് രീതിയിൽ, ഏത് വകുപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും? ആർക്കറിയാം? അപ്പൊ ഇതാണ് സത്യത്തിൽ ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ഈ അറിവില്ലായ്മയാണ് ഇത്രയും നാളും മാറി മാറി വന്ന ഉദ്യോഗസ്ഥരും ഈ പറയുന്ന സർക്കാരും ഈ പാർട്ടിക്കാരും ഒക്കെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് സർക്കാരിനെതിരെ റിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ആ സിനിമ കാണിച്ചു തരുന്നത്. ഓരോ സിനിമയും നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയൊക്കെ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് സുരേഷ് ഗോപിയോടും സുരേഷ് ഗോപിയുടെ മകനോടും ഒക്കെ കാര്യമായിട്ട് എന്തോ പകയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പല വാക്കുകൾ രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോഴും ഇത് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ മകൻ മാധവ് സുരേഷ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഏതോ സിനിമയിൽ ആ പയ്യൻ ചെയ്ത ക്യാരക്ടറൊക്കെ വെച്ചിട്ടാണ് ഇവിടെ അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാരക്ടറുമായിട്ട് ഒന്നും പറയുന്നില്ല. അതായത് ഈ ക്യാരക്ടറിൽ ആ ചെക്കൻ നന്നായിട്ട് ചെയ്തോ മോശമായിട്ട് ചെയ്തോ എന്നുള്ളൊരു അഭിപ്രായം പോലും അല്ല പറയുന്നത്. ഫുൾ ടൈം ആ ചെക്കന്റെ പഴയ ഒരു സിനിമയിൽ നിന്ന് ഇപ്പൊ വന്ന് എന്തോ ഒരു പടത്തിൽ നിന്നുള്ള ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കളിയാക്കി. അപ്പൊ നമുക്കറിയാം അതൊരു പേഴ്സണിനെ ഒരു ചുമ്മാ ഷെയ്മിങ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചുമ്മാ ട്രോൾ എന്നുള്ള പേരിൽ ഇപ്പം ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്ന സംഗതി കുറ്റകരമാണെന്നുള്ള വിധിയാണ് ഇപ്പൊ വന്നത്. അതായത് ഒരാളുടെ നിറം കൊണ്ടോ മുടിയുടെ കളർ കൊണ്ടോ കണ്ണുകൊണ്ടോ സ്കിൻ ടൈപ്പ് കൊണ്ടോ ഇനി മുഖത്തിന്റെ ഷേപ്പ് കൊണ്ടോ ഒന്നും നിങ്ങൾ അവരെ കളിയാക്കാൻ പാടില്ല. കളിയാക്കി കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് ഇപ്പോൾ അഡ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ നിയമപരമായിട്ട് അതിനെ നേരിടണോ, നിങ്ങൾ ഒരു പ്രതിയായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നത് സത്യം പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പ്രതികരിക്കുമ്പോൾ അയാളുടെ കാര്യം ഇപ്പൊ ഈ സിനിമയിൽ അയാൾ മോശമാണോ നല്ലതാണോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാമല്ലോ. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ ഒരുപാട് ട്രോളുകൾ കണ്ടു മാധവ് സുരേഷിനെ വെച്ചുകൊണ്ട്. മുഖം പോലും ഇല്ലാത്ത ഒരുപാട് പേര്, അതായത് മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആംബിയർ ഇല്ലാത്ത കുറെ പേര് ഈ പയ്യൻ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നതിനെ കളിയാക്കി, അതായത് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് ട്രോൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊക്കെ ഒരു മൈക്ക് ഫ്രണ്ടിൽ കൊണ്ട് തന്ന് 4 പേര് മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിറക്കാതെ 1 മിനിറ്റ് സംസാരിക്കാനുള്ള നട്ടലുണ്ടാവും. അതുണ്ടാക്കിയിട്ട് നിങ്ങൾ മാധവ് സുരേഷിനെ കളിയാക്കിയാൽ പോലെ ഒന്നുമില്ലെങ്കിലും ആ ചെക്കൻ അതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം കല്ലേറുകൾ കിട്ടിയിട്ടും ഒരു പേടിക്കലും ഇല്ലാതെ നിങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് സംസാരിക്കുന്നത്. ഇതാ ഈ ഓൺലൈൻ മീഡിയാസും മൈക്കും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ടാഗുള്ള മീഡിയയ്ക്ക് കൊടുത്തോളാം വായിച്ച്, അല്ലാതെ നിങ്ങൾക്കൊന്നും തന്നിട്ട് നിങ്ങൾക്ക് അത് വളച്ചൊടിക്കാനല്ലേ എന്ന് പറഞ്ഞതും അവന്റെ സഹോദരനാണ് ഗോകുൽ സുരേഷ്. അവരൊക്കെ നല്ല നട്ടലുള്ള അച്ഛന്റെ മക്കളാണ്. അവിടെ എത്താൻ പറ്റാത്തതിന്റെ കുരുവാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്, കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, തുടക്കക്കാരായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കളിയാക്കുന്നത്. അതായത് ഇയാൾ എന്തോ വലിയ സംഭവമായിട്ട് എല്ലാം തകഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ രീതിയിലാണ്. ഉദാഹരണത്തിന് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ഈ കുമ്പളങ്ങിയിലും ഏരിയയിലൊക്കെ ഉള്ള സാധാരണക്കാരായ ആളുകളാണ് അഭിനയിച്ചിരിക്കുന്നത്. അവർക്കൊന്നും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവരത് ഭംഗിയായിട്ട് ചെയ്തു, അവരത് കാണാൻ വേണ്ടി സന്തോഷമൊക്കെ വരുന്നു. ആ സിനിമയെ പറ്റി ഇയാൾ പറഞ്ഞ റിവ്യൂ കാണണം. ഈ മനുഷ്യരെ പറ്റി ഭയങ്കര മോശമായിട്ട്. ഇപ്പൊ ഈ JSK-ലാണെന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ ചെറിയ ചെറിയ റോളുകളൊക്കെ പരിചയമില്ലാത്ത പുതുമുഖങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുവരെ ഇയാൾക്ക് ഒരു കുറ്റമായിട്ടാണ് ഇയാൾ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു മോശമാണെന്ന് പറയുമ്പോൾ പോലും അതിനൊരു രീതി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻസ് എന്താ? വരുന്ന ആൾക്കാർ ഉടനെ നിങ്ങൾ ഇങ്ങനെ ഒരു അധ്യാപകനായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ചാട്ടിത്തുപ്പി വിടുവാണോ ചെയ്യുന്നത്? അല്ല, മനസ്സിലാവുന്നില്ല. അതോ അതിനോട് ഒരു കൈൻഡ് ആയിട്ടൊന്നും ഇടപെടുവോ? കാരണം ഇന്ന് തെറ്റ് ചെയ്താലും നാളെ അതിന് ഇതാക്കാൻ പറ്റുമല്ലോ. ഒരു മനുഷ്യന്റെ കഴിവ് നിങ്ങൾക്ക് എങ്ങനെയാണ് അളക്കാൻ പറ്റുക, നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ എവിടെ എത്തും എന്നുള്ളത്? ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ പറയുള്ളൂ. മോഹൻലാൽ ആദ്യ സിനിമയിൽ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന്റെ അതിനകത്ത് അഭിനയത്തിന് 2 മാർക്കാണ് സിബി മലയിൽ കൊടുത്തതെന്ന് പറയുന്നത്. അതാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് നാഷണൽ അവാർഡ് എന്നാണ് മോഹൻലാൽ പറയുന്നത്. ഇന്ന് ആ അഭിനയത്തിന് മാർക്കിടാൻ ഒരാൾക്ക് പറ്റുമോ? മോഹൻലാലിന് പകരം വെക്കാൻ ഒരാളെ കൊണ്ടോ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഫഹദ് ഫാസിൽ ഫസ്റ്റ് മൂവി എങ്ങനെയായിരുന്നു, ഇന്ന് ഫഹദ് ഫാസിലിന്റെ റേഞ്ച് എന്താ? നിങ്ങൾക്ക് മുട്ടാൻ പറ്റില്ല. കളിയാക്കുന്നവർ MA യൂസഫ് അലി പറയുന്ന പോലെ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ചൊറിഞ്ഞോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് കല്ലെറിഞ്ഞോളാം. ആ നേരത്തിന് ഞാൻ 4 പീഡിയ തുറക്കും, 50 കോടിന്റെ ബിസിനസ് ഈ സൈഡിൽ കൂടെ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സക്സസ് ആവുന്നവർ ഇവിടെ സക്സസ് ആയിക്കൊണ്ടിരിക്കും. JSK എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിൽ നിയമപരമായിട്ട് കോടതിയിലടക്കം എന്താ നടക്കുന്നത് നമ്മൾ അറിയണ്ടേ? നമ്മളൊക്കെ പോലീസെന്നും കോടതിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കാലഘട്ടം വരെ പേടിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓടി ചെല്ലേണ്ടിയില്ല. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ആക്സസ് വേണമെന്നേ, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഭരണഘടന അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അറിവില്ലായ്മ ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് കോടതികൾ നമ്മുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാറുണ്ട്. ഇല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഇത് തെറ്റാണ്, ഇത് നിയമപരമായിട്ട് തെറ്റാന്ന് പറയുമ്പോൾ ഇത് എനിക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാ, അങ്ങനെ അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു മോറൽ സയൻസ് ഉണ്ടായിരുന്നു, തെറ്റും ശരിയും പഠിപ്പിക്കുന്നത്. അതിനൊക്കെ പകരം ഒരു നിയമം പഠിപ്പിക്കുന്നേ. ഡെയിലി മനുഷ്യന്റെ അവകാശങ്ങളെ പറ്റി പഠിപ്പിക്കുക. ഒരാള് എന്താ പറയാ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അത് നിങ്ങൾ ഉദ്ദേശിച്ച് ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ അത് വൾഗറായിട്ട് തോന്നുന്ന ഒരു ഫോട്ടോ ആയ എനിക്ക് വായി തോന്നുന്ന അവിടെ പോയിട്ട് കമന്റ് ചെയ്യാൻ പാടില്ല, അത് നിയമപരമായിട്ട് തെറ്റാ. എത്ര പേർക്ക് അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്? അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് പറയുമ്പോൾ അവര് പറയും, അപ്പൊ അവര് പബ്ലിക്കലി ഫോട്ടോ ഇടുന്നത് അവർക്ക് ഇടാനുള്ള അവകാശം ഉണ്ടെന്നേ. നിയമപരമായി എന്റെ ഫോട്ടോയോ വീഡിയോയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. നിയമം, ഇന്ത്യയിലെ നിയമം പറയുന്നത് നഗ്നത പുറത്തേക്ക് കാണിക്കാൻ പാടില്ല പബ്ലിക്കലി, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ. അത് മാത്രമേ പറയും. നഗ്നതയിൽ എന്താ ഉൾപ്പെടുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കണം. നഗ്നത എന്ന് പറയുന്നത് ലൈംഗിക അവയവം മാത്രമാണ്. ലൈംഗിക അവയവം എന്ന് പറയുമ്പോൾ ജനനേന്ദ്രം എന്നാണ് പറയുന്നത്. സ്ഥാനങ്ങൾ പോലും ലൈംഗിക അവയവമല്ല, സ്ത്രീയുടേതും അല്ല പുരുഷന്റേതും അല്ല. അങ്ങനെ ഇരിക്കെ ബിക്കിനി ഇട്ടൊരു പെണ്ണ് നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും നിയമപരമായി? നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ജനനേന്ദ്രിയം പുറമേ കാണുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു സ്ത്രീ, ഏത് സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് ഫോട്ടോ ഇടുന്നു? ഇല്ല. അങ്ങനെ ചെയ്താൽ നിയമപരമായിട്ട് അവരകത്താ. അവരങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ ബിക്കിനി ഇട്ടാൽ അല്ലെങ്കിൽ ഒരു സ്വിംസ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ താഴെ പോയിട്ട് അവിടെ പോയി വൃത്തികേട് എഴുതി വെക്കും. എന്ത് വൃത്തികേടാ നീ ചെയ്യുന്ന മറ്റാ? നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. കാരണം അവരെ ഷെയ്മിങ് ചെയ്യുന്ന പോലെയോ അവരെ ബുള്ളിങ് ചെയ്യുന്ന പോലെയോ അനാവശ്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളെ IT ആക്ട് വഴി പിടിച്ചകത്തിടും. നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയോ നിങ്ങളുടെ ഇതും അല്ല, അവരുടെയാണ്. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യും. നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ മുറിപ്പെടുത്താതെ സംസാരിക്കാനേ പാടുള്ളൂ. മുറിപ്പെടുത്തി കഴിഞ്ഞാൽ പരദൂഷണം പറഞ്ഞാൽ പോലും ഇവിടെ കേസാ. ഒരാളെ പറ്റി ഇല്ലാത്ത ചുമ്മാ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിന് വിഷമമായ കേസാ. കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. ആർക്കറിയാം ഇതൊക്കെ? പരദൂഷണത്തിന്റെ പേരിൽ കെട്ടിത്തൂങ്ങി ചാവുന്നവരുണ്ട്. കൊണ്ടുപോയി കേസ് കൊടുക്കണമെന്നേ നോണ പറഞ്ഞവർ കയറി ഇറങ്ങി നടക്കും കോടതിയിൽ. എത്ര പേർക്ക് അറിയാതെ? അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം.
നമ്മൾ അറിയണം. നമ്മൾ കമന്റ് ഇട്ടാ തെറി എഴുതി വെച്ചാ ഞാൻ അകത്താ, ഞാൻ ആണായാലും പെണ്ണായാലും, ആണുങ്ങളാണെങ്കിൽ നോക്കേ വേണ്ട, സ്ത്രീ സുരക്ഷാ നിയമം കൂടി അതിന്റെ ഇടയ്ക്ക് വരും. നിങ്ങൾ പെട്ടു, മിനിമം ഒരു 10 വർഷം കേസ് തീർപ്പാവില്ല, നിങ്ങൾ അകത്തും പോവില്ല, നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. ഇപ്പൊ എറണാകുളത്ത് ഇരുന്നിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തായിരിക്കും കേസ് കൊടുക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കാസർഗോഡുകാരനായിരിക്കും, നിങ്ങൾ ഈ കേസിന് വേണ്ടി അവിടെ നടക്കണം. ഇതാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ അറിയാവുന്നവര് വലിപ്പിക്കും, മറ്റുള്ളവർക്ക് പേടിയും കാണാം. അപ്പൊ തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് ഇപ്പോ സ്കൂളുകളാവട്ടെ ബാക്കി ഒരു മീഡിയാസും നമ്മളെ സഹായിക്കുന്നില്ല. ഇങ്ങനത്തെ സിനിമകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. JSK എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അല്ലാതെ ഒരു ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ണിന് ഭയങ്കര വിരുന്നാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പു തരാം, സുരേഷ് ഗോപി എന്ന നടൻ നിങ്ങളെ ഒരിക്കലും ഇതിനകത്ത് നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജോൺ അബേൽ ഡോണവ് എന്ന് പറഞ്ഞിട്ട്, അതൊരു 20 ക്യാരക്ടറാ. അത് വേണ്ടതൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് വന്നിട്ട് പോയ എല്ലാ അഭിനേതാക്കളെയും എനിക്ക് ആരും മോശമായിട്ടോ ആരും ചെയ്തായിട്ട് തോന്നുന്നില്ല. പുതിയ ആൾക്കാരാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് എല്ലാം ചെയ്തത്. ഇപ്പൊ മാധവ് സുരേഷ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുന്നത് ആ ക്യാരക്ടറിന് അതേ വേണ്ടു, അതേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ ഹീറോയിസ്റ്റിക് ക്യാരക്ടറും അല്ല, ഒരു സിമ്പത്തറ്റിക്കായ ഒരു പാവം പയ്യനാണ്. ആ പാവം പയ്യന്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഒരു ചെറിയൊരു ആക്ഷൻ രംഗം ഉള്ളൂ, അത് ഭയങ്കര ഫീൽ ആയിരുന്നു. ആ തിയേറ്ററിൽ എന്നൊരു സാധനം എല്ലാവരുടെ അടുത്തൊന്നും വരികയും ചെയ്തു. അപ്പോ ഞാൻ പറയുന്നത് ആ കൊച്ചിനെ ഒന്നും ഒരിക്കലും ഇതൊന്നും അങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വരും, നല്ല രീതിയിൽ തന്നെ വരും. വരാത്തവർ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഒരു കഴിവില്ലാത്ത നെപ്പോക്കിഡിനെ ഒന്നും ഒരു ഇൻഡസ്ട്രിയും ചുമന്നുകൊണ്ട് നടന്നിട്ടില്ല, അങ്ങനെ നടക്കാൻ പറ്റിയില്ല. സ്വന്തമായിട്ട് 2-3 ഒക്കെ ഇറക്കി പൊട്ടിപ്പോയ ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോ നിങ്ങൾ ഇതിനെ മുൻവിധിയോടെ കാണാതിരിക്കുക, മുൻവിധിയോടെ കാണുന്നവരെയും കൂടി ചിന്തിച്ച് അവരെ കൂടി മനസ്സിലാക്കുക. പ്രൊപ്പഗണ്ട മൂവി എന്ന് പറയുന്നവർക്കാണ് ചില പ്രൊപ്പഗണ്ടകൾ ഉള്ളത്. ഇതിനെപ്പറ്റി സംസാരിക്കരുത്, ചർച്ച ചെയ്യരുത്, മനുഷ്യരുടെ അവകാശങ്ങളൊന്നും തന്നെ അവരറിയരുത് എന്നുള്ളത്. അപ്പോ ഇങ്ങനൊരു വിധി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലും വന്നാൽ നല്ലതാണ്. കാരണം സ്റ്റേറ്റ് പ്രതിയാവുന്നിടത്തെ സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മിനിമം മന്ത്രിമാർക്കെങ്കിലും ബോധ്യമാകുള്ളൂ. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ വ്യക്തി ചെയ്തതിന് അയാളെ സസ്പെൻഡ് ചെയ്തു, തീർന്നു, അങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പിഴവ് അങ്ങും മേളിൽ മന്ത്രി വരെ അതിന് മറുപടി പറയണമെന്ന അവസ്ഥ വന്നാലേ തന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവുള്ളൂ. വോട്ടിട്ട് കയറി കക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ചുമതലയാണ് എന്നുള്ള മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാൻ ജനങ്ങൾ പ്രബുദ്ധരാവണം. അപ്പൊ നമുക്ക് പ്രബുദ്ധരാവാനായിട്ട് ഇതുപോലുള്ള സിനിമകളും നമ്മളെ സഹായിക്കും. അപ്പൊ എല്ലാവരും പോയി JSK കാണുക, എന്നിട്ട് അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മളെ കൂടി ഇതിൽ കമന്റ് ഇട്ടിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ബാക്കി സംഭാവനകളുടെ കാര്യം മറക്കണ്ട, അഡ്വർടൈസ്മെന്റിന്റെ കാര്യം മറക്കണ്ട. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. കമ്മികളെ വിളിച്ച് തെറി പറയുന്നുണ്ട്, കോൾ ഞാൻ എടുക്കലില്ല, അതുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.